So today our class is actually on Saturdays. Okay. So today we have some new students here. Devananda, Nandana, Sri Nandana, right? Devananda, Sri Nandana, and one more student had messaged me. Okay. So hi students, good evening. Can you introduce yourself, Sri Nanda? Sri Nandana. Sorry, Sri Nandana. Can you introduce yourself? Nandu Sale, Sri Nandana. Yes, ma'am. Yes. Can you introduce yourself? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ ക്ലാസ്സിൽ. ദിസ് ഇസ് യുവർ ഫസ്റ്റ് ക്ലാസ് റൈറ്റ്, സോ യു ക്യാൻ ജസ്റ്റ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ. My name is Srinandana. I am studying 10th class. And you are from which place and in which school you are studying? പറയൂ, ഏത് പ്ലേസ് എന്നാണ്? I am from Kadambappuram. And you are studying in which school? HSKTP. Okay. Okay, fine. What about Devananda? Hi Devananda, can you hear me? Yes. Okay, please introduce yourself. My name is Devananda. I am from Kadambappuram. I'm study a ninth standard. Okay, okay, fine. So you are studying in 9th standard and Nandana is from 10th standard. Okay. Yes, and Suresh Kumar C. നിങ്ങളുടെ നെയിം എന്തായിരുന്നു? സുരേഷ് കുമാർ, can you hear me? സുരേഷ് കുമാർ എന്നുള്ള ഐഡിയിൽ ആരാണ്? Yes, teacher, I'm Sayujya. Saijya. Okay, hi Saijya. Can you introduce yourself to the class? I'm Sayujya. I'm studying in 8th standard. I'm coming from Palakkad. Okay, all right. Next ആരാണ്? ജിനേഷ്. ജിനേഷ് എൻ ജി. കേൾക്കുന്നുണ്ടോ? Has left the meet. Then Dia, Shabna and Shamna. They are our old students. ഷംന സീപ്പിലുള്ള സ്റ്റുഡന്റ് ആണോ? സീപ്പ് ഗ്രൂപ്പിലുള്ള സ്റ്റുഡന്റ് ആണോ? ഇഷാനാണ്. ഇഷാൻ മറ്റേ സീപ്പിന്റെ ഗ്രൂപ്പിലുള്ള സ്റ്റുഡന്റ് ആണോ? അല്ലല്ലോ അല്ലേ? ഇല്ല. ഇല്ല. Okay, okay. Okay, students. So I think we can start the session, right? So it's already 8:05. അപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ സ്റ്റുഡൻസിനും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ന്യൂലി വന്ന സ്റ്റുഡൻസിന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നടത്തുന്നത്. ഓക്കെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കോയമ്പത്തൂരിലുള്ള നമ്മുടെ ഇഗ്നൈറ്റിംഗ് യങ് മൈൻഡ്സ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് ഇതിന്റെ പിന്നിൽ. ഓക്കെ, ആൻഡ് നമ്മുടെ ക്ലാസ്സസ് വന്നിട്ട് ഫ്രീ ആയിട്ട് എല്ലാ സാറ്റർഡേയ്സും 8 PM എന്നാണ് കൊടുക്കുന്നത്. ബട്ട് ഈ വീക്ക് എനിക്ക് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പേഴ്സണൽ മീറ്റിംഗ് ആയിരുന്നത് കൊണ്ട് അത് ഇന്നത്തെ ക്ലാസ് ഇന്നത്തേക്ക് ഷെഡ്യൂൾ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി റെഗുലർ ആയിട്ട് ക്ലാസ്സസ് വരുന്നത് സാറ്റർഡേയ്സ് ആയിരിക്കും. എന്തെങ്കിലും സാറ്റർഡേയ്സ് ഇപ്പൊ എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽസോ സെലിബ്രേഷൻസോ എന്തെങ്കിലും, അല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും പേഴ്സണൽ എൻഗേജ്മെന്റ്സ് വരുന്ന സമയത്തിൽ മാത്രം നമ്മളത് സൺഡേക്ക് പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ടാവും. അതർവൈസ് നിങ്ങളുടെ ക്ലാസ്സസ് സാറ്റർഡേയ്സ് ആണ്. സൺഡേസ് നമ്മൾ മോർണിംഗ് ഒരു ക്ലാസ് ഉണ്ട് 10 to 11. അത് വന്നിട്ട് തമിഴ്നാട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി ഇപ്പൊ കുറെ പേർക്ക് ഈവനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഡേ ജോയിൻ ചെയ്യാം. ബട്ട് അതിൽ വന്നിട്ട് ഞാൻ നിങ്ങളോട് പേഴ്സണലി പറയുന്നത് മലയാളം കമ്മ്യൂണിക്കേഷൻ, അതായത് മലയാളത്തിൽ കാര്യങ്ങൾ എക്സ്പ്ലനേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സാറ്റർഡേ 8 o'clock ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ സൺഡേത്തെ ക്ലാസ്സിൽ ഐ വിൽ ബി സ്പീക്കിംഗ് ഇൻ തമിഴ് ആൻഡ് ഇംഗ്ലീഷ്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ തമിഴിൽ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ സാറ്റർഡേ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സൺഡേ അറ്റൻഡ് ചെയ്യാം. ബട്ട് നമ്മുടെ ലെസൺസും സെയിം അല്ല. അതായത് ഇപ്പൊ അവർക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു 2 weeks ബിഫോർ അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ഇപ്പോ സൺഡേ മോർണിംഗ് ബാച്ച് ആണ് പോകുന്നത്. ഒരു ജസ്റ്റ് 2 ലെസൺസ് മുന്നോട്ടേക്ക് അവരാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ടോപ്പിക്കും കൂടെ കഴിഞ്ഞാൽ നിങ്ങളെ 2 ബാച്ചിനെയും ഒരേ ലെവലിൽ എത്തിക്കാമെന്ന് വിചാരിക്കുകയാണ് ഞാൻ.
Okay, so today we are going to discuss articles. So നമ്മൾ പ്രീവിയസ് ക്ലാസ്സസ് നിങ്ങൾക്ക് എന്താണ് ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ ഈ IYMന്റെ ക്ലാസ്സസ് ഉള്ളത് അറിയാത്തവർക്ക് പ്രീവിയസ് ക്ലാസ്സസിന്റെ റെക്കോർഡിങ്സ് ഞാനൊന്ന് ഷെയർ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ടൈപ്സ് ഓഫ് സെന്റൻസസ്, സെന്റൻസ് സ്ട്രക്ചർ, ഓക്കെ, ഈ രണ്ട് ടോപ്പിക്സും പിന്നെ അതുപോലെ നൗൺസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ആർട്ടിക്കിൾസ് ആണ് നോക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഐ ഹോപ്പ് the screen is visible. Can you all see my screen? Yes, ma'am. Okay, fine. Jinesh, Yes, ma'am. okay, students. ഈ ജിനേഷ് എന്ന് പറയുന്നവർ ആരാണ്? Can you introduce? എന്തായിരുന്നു നെയിം എന്താണ്? My name is Vaishnav. Vaishnav. Where are you from? Ernakulam. Ernakulam. Okay. Which class you are studying? 8th standard. 8th standard. Okay. Okay, students. So we can start the session. Articles. Okay, articles എന്ന് പറയുന്നത് പലവർക്കും നമ്മുടെ ഗ്രാമറിൽ ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ബിക്കോസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ മൈൻഡിൽ വരുന്നത് ഈ ന്യൂസ് പേപ്പറിൽ കാണുന്ന ന്യൂസ് റിപ്പോർട്ട്സും എഡിറ്റോറിയൽസും ഒക്കെയാണ് നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് കയറി വരുന്നത്. ഇപ്പൊ ഒരു ആർട്ടിക്കിൾ റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ എഴുതാൻ പറയുന്ന കേസസിലൊക്കെ നമ്മൾ ഹൗ ടു റൈറ്റ് ആൻ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്താണ് ഒരു എസ്സേ റൈറ്റിങ്ങോ അല്ലെങ്കിൽ നമുക്ക് മൈൻഡിൽ ഇമ്മീഡിയറ്റ്ലി വരുന്നത് ഒരു എഡിറ്റോറിയലോ ഒരു ന്യൂസ് റിപ്പോർട്ടോ ഒക്കെയാണ്. ബട്ട് ഗ്രാമറിൽ നമുക്ക് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം വാട്ട് വി കൺസിഡർ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന റൈറ്റിംഗ് ആയിട്ട് ഈ ടോപ്പിക് റിലേറ്റഡ് അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഇതൊരു ഷോർട്ട് ഗ്രാമാറ്റിക്കൽ ടോപ്പിക് ആണ്. നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 3 വാക്കുകൾ ഉണ്ട് ഇംഗ്ലീഷിൽ. എ, ആൻ ആൻഡ് ദ. ഈ എ, ആൻ ആൻഡ് ദനെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് എന്ന് ഗ്രാമറിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ നൗൺസ്, പ്രൊനൗൺസ്, വേർബ്സ് എന്നൊക്കെ പറയുന്ന പോലെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്ററുടെ പേരാണ്. ഈ ആർട്ടിക്കിൾസ് വന്നിട്ട് പക്ഷെ പാർട്സ് ഓഫ് സ്പീച്ചിന്റെ പാർട്ട് അല്ല. ഓക്കെ, പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗമാണോ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്വാണ്ടിറ്റീസ് ഒക്കെ പഠിക്കുന്ന പോലെ ആർട്ടിക്കിൾസ് ഇസ് എ സെപ്പറേറ്റ് ചാപ്റ്റർ. ബട്ട് ഇതൊരു ഷോർട്ട് ചാപ്റ്റർ എന്ന് പറയാൻ കാരണം ദർ ആർ ഓൺലി 3 ആർട്ടിക്കിൾസ്, എ, ആൻ ആൻഡ് ദ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us see what is meant by an article. An article is a short word that comes before a subject or an object in a sentence. So most of you here will know what is a subject and what is an object. Subject will come in the first part of the sentence and object will come in the end part of the sentence. Or we can say that subject is the performer of the action in the sentence and the object is the receiver of an action in a sentence. So where do the articles come? എവിടെയാണ് ഈ ആർട്ടിക്കിൾസ് വരുന്നത് എന്ന് ചോദിച്ചാൽ either it can come before a subject or before an object. ഒരു സബ്ജക്റ്റിന് മുമ്പോ ഒബ്ജക്റ്റിന് മുമ്പോ വരുന്നതിനെയാണ് നമ്മൾ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ പൊസിഷൻ അങ്ങനെയാണ് വരുന്നത്. ഒന്നില് സബ്ജക്ട്സിന്റെ മുന്നിൽ വരും ഓർ ഒബ്ജക്ട്സിന്റെ മുന്നിൽ വരും. ഓർ വി ക്യാൻ ഓൾസോ ടെൽ ഇറ്റ് ഇൻ അനദർ വേ. ദീസ് സബ്ജക്ട്സ്, ഒബ്ജക്ട്സ് ഇതൊക്കെ ശരിക്കും ആരാണ്? നൗൺസ് ആണല്ലോ. നൗണിനെയാണല്ലോ നമ്മൾ സബ്ജക്റ്റ് എന്നും ഒബ്ജക്റ്റ് എന്നും ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോ വി ക്യാൻ മേ ബി ടെൽ ഇൻ ദിസ് വേ ഓൾസോ. An article is a short word that comes before a noun in a sentence എന്നും നമുക്ക് പറയാം. Okay, and what is important about articles is that most of the sentences we read and write will have at least one article. Okay, and there are 3 articles in English. They are a, an and the. Now we are going to divide these 3 articles into 2 parts. We are going to divide the articles into 2 categories. They are indefinite articles and definite articles. So what are indefinite articles? Let us see. A and an are called indefinite articles and the is called the definite article. So as we said, first question is what is an article? So an article is a short word that comes before a noun in a sentence. Why articles are important? It's because most of the sentences we read and write will have at least one article. And how many articles are there in English? Only 3, a, an and the. And we have again divided articles into 2 types. One is indefinite articles and the second one is definite article. Okay, a and an are indefinite articles
and the is the only definite article. Definite articles എന്ന് നമ്മൾ പറയില്ല, കാരണം ഒരു definite article ഉള്ളൂ, അതുകൊണ്ടാണ് article എന്ന് പറയുന്നത്, അത് the ആണ്. Okay, so you can see in this picture, a and an are indefinite articles and the is the definite article. Alright, അപ്പോൾ ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ where to use a, where to use an and where to use the, ഇതായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. Alright, so first let us see the use of an and a. So coming to an, ഞാൻ first an എന്ന് സ്റ്റാർട്ട് ചെയ്യാം. An is used with a word that begins with a vowel sound. Okay, there are different words in English which can either begin with a vowel sound or with a consonant sound. So what are the vowels in English? How many vowels are there? 6. No, that's wrong. Or what are the vowels? Can somebody tell? 5. Okay, what are the vowels? 5. Hmm. 5. A, E, I. Very good. A, E, I, O, U. These are vowels. Suresh Kumar, name എന്തായിരുന്നു? I forgot. Sayujya. Sayujya. Yeah, very good, Sayujya. So you can see that there are 5 vowels: A, E, I, O, and U. So out of 26 alphabets, there are only 5 vowels in English. Don't forget it. Only 5 vowels, and the remaining alphabets are called consonants. Okay, so you can see that ഈ 5 വവൽസിന്റെയും സൗണ്ട്സ് വരുന്ന വേർഡ്സ് ഉണ്ടാവുമല്ലോ, ഈ 5 വവൽസിന്റെയും സൗണ്ടിൽ തുടങ്ങുന്ന വേർഡ്സ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ആപ്പിൾ ഓർ ഓറഞ്ച് ഓർ അംബ്രല്ല, ഐസ്ക്രീം, ഇങ്ങനെ പറയുന്ന വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ കൂടെയൊക്കെ വി യൂസ് ദ ആർട്ടിക്കിൾ ആൻ. ഓക്കെ, സോ ആൻ is used with a word that begins with a vowel sound. Then an is used with common nouns, singular nouns, and countable nouns. What are common nouns? We already know what are nouns. Nouns are of different types like proper nouns, common nouns. Okay? Common nouns means നമ്മൾ common ആയിട്ട് നമ്മൾ daily use ചെയ്യുന്ന things, അല്ലെങ്കിൽ നമ്മൾ daily visit ചെയ്യുന്ന places, അല്ലെങ്കിൽ നമ്മൾ daily wear ചെയ്യുന്ന clothes, അല്ലെങ്കിൽ നമ്മൾ daily meet ചെയ്യുന്ന people, ഇവരൊക്കെയാണ് common nouns എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് ഓരോ നെയിമുകൾ, ഓരോരുത്തരുടെ പേരുകൾ, അതിനെ നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറയും. ഒരു പ്ലേസിന്റെ പേര്, ഒരു പേഴ്സന്റെ പേര്, അതിനെയൊക്കെ നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറയും. കോമൺ നൗൺസ് എന്ന് പറഞ്ഞാൽ എ ഗേൾ, ബോയ്, പെൻ, പെൻസിൽ, ചെയർ, ടേബിൾ, ഡെസ്ക്, എക്സെട്ര. Okay, so this and can be used with common nouns, singular nouns, and countable nouns. So see, all common nouns are countable nouns only. എല്ലാ കോമൺ നൗൺസും ഇംഗ്ലീഷിൽ എങ്ങനെയായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ എടുത്ത് നോക്കൂ. ഗേൾ, ബോയ്, ടേബിൾ, ചെയർ, പെൻ, പെൻസിൽ, ഇതെല്ലാം കൗണ്ടബിൾ അല്ലേ? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നവരെയാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവർക്കൊക്കെ സിംഗുലർ ഫോം ഉണ്ടോ? ഈ പറയുന്ന ഗേൾ, ബോയ്, പെൻ, പെൻസിൽ, ചെയർ, ടേബിൾ, ഡെസ്ക്, ഇതെല്ലാം നമുക്ക് കൗണ്ടബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിനെ സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ക്ലാസിഫൈ ചെയ്തൂടെ? പറ്റും. Okay, so an is used with common, singular, and countable nouns. For example, you can say an apple, an apple, an ice cream parlor, an overcoat, or let me say, ഐയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു വേർഡാണ് ഇഗ്ലൂ. ഇഗ്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ആണ് ലെറ്റർ, പക്ഷെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സൗണ്ട് എന്താണ്? ഇ സൗണ്ട് ആണ്. ഇഗ്ലൂ. ബട്ട് നമുക്കത് കുഴപ്പമില്ല, ഇ എന്ന് പറയുന്നതും ഒരു വവൽ സൗണ്ട് ആയതുകൊണ്ട് ആൻ ഇഗ്ലൂ എന്ന് പറയാം. അതേപോലെ അംബ്രല്ല, യുലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബട്ട് നമ്മൾ അതിനെ ഒരിക്കലും ഉംബ്രല്ല എന്ന് പറയുന്നില്ല, നമ്മൾ അതിനെ അംബ്രല്ല എന്നാണ് പറയുന്നത്. സോ അവിടെ ആ സൗണ്ട് വരുന്നത്, ദാറ്റ് ഇസ് അഗൈൻ എ വവൽ സൗണ്ട്. സോ യു ക്യാൻ യൂസ് ദ ആർട്ടിക്കിൾ ആൻ അംബ്രല്ല, ആൻ ഐസ്ക്രീം, ആൻ ഓറഞ്ച്, ആൻ ആപ്പിൾ, എക്സെട്ര. ഓക്കെ, സോ ആനിന്റെ യൂസ് കഴിഞ്ഞു. നമ്മളിപ്പോ നെക്സ്റ്റ് എയിലേക്ക് വരികയാണ്. എ ഇസ് യൂസ്ഡ് വിത്ത് എ വേർഡ് ദാറ്റ് ബിഗിൻസ് വിത്ത് എ കൺസണന്റ് സൗണ്ട്. അവിടെ വവൽസ് ആണെങ്കിൽ ഇവിടെ എന്താണ്? കോൺസണൻസ് ആണ്. ആൻഡ് ജസ്റ്റ് ലൈക്ക് ആൻ, എ ഇസ് ഓൾസോ യൂസ്ഡ് വിത്ത് കോമൺ നൗൺസ്, സിംഗുലർ നൗൺസ്, ആൻഡ് കൗണ്ടബിൾ നൗൺസ്. സോ നമുക്ക് ഈ ആനിനും എയിനും ഒരു മീനിങ് ഉണ്ട്. എന്താണ് ഇതിന്റെ മീനിങ്? ആൻ ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? വാട്ട് ഇസ് ആൻ ആപ്പിൾ? ഒരു ആപ്പിൾ. വൺ ആപ്പിൾ. വെരി ഗുഡ്, ഒരു ആപ്പിൾ. അതേപോലെ എ മാംഗോ.
What is meant by a mango? One mango. ഒരു mango. യെസ്, വെരി ഗുഡ്, 1 മാംഗോ. അപ്പോൾ ആനിനും എയ്ക്കും ഒരു മീനിങ് ഉണ്ട്. ഓക്കെ, ഒന്ന് എന്നുള്ള മീനിങ് ആണ് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സിംഗുലർ നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യുള്ളൂ. എല്ലാ കോമൺ നൗൺസിനും കൗണ്ടബിൾ ആണ്, എല്ലാ കൗണ്ടബിൾ നൗൺസിനും സിംഗുലർ ഫോം ഉണ്ട്. ഓക്കെ, അതാണ് കോമൺ, കൗണ്ടബിൾ, സിംഗുലർ, ഈ 3 വേർഡ്സും കണക്റ്റഡ് ആണ്. ഓക്കെ, all common nouns are countable nouns and all countable nouns can be divided into singular or plural forms. Okay, so നമുക്ക് എയിൽ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ എ മാംഗോ, എ ഗ്രോസറി ഷോപ്പ്, എ ഷർട്ട്, എക്സെട്ര. സോ മാംഗോ മാ സൗണ്ട് ഒരു കോൺസണന്റ് സൗണ്ട് ആണ്, ഗ്രോസറിയിലെ ഗാ സൗണ്ട് കോൺസണന്റ് ആണ്, ഷർട്ടിലെ ഷാ എന്ന് പറയുന്ന സൗണ്ട് കോൺസണന്റ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ആനും എയിനും തമ്മിൽ വരുന്ന ഒരു ഡിഫറൻസ്. ദിസ് ഇസ് ദ ബേസിക് ഡിഫറൻസ് that you have to learn between a and an. Now we are going to look at an interesting thing about a and an, that is some exceptions. Exceptions എന്ന് പറയുമ്പോൾ see, every human being will have both positive qualities and negative qualities, good habits and bad habits. Okay, likewise a-നും an-നും general rule ആണ് നമ്മളിപ്പോൾ ഫസ്റ്റ് നോക്കിയത്. ബട്ട് നമുക്ക് ഇതിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഈ എക്സെപ്ഷൻസ് വന്നിട്ട് നമ്മുടെ ബാഡ് ക്വാളിറ്റീസ് പോലെയാണ്. ഓക്കെ, ഒരു ഗുഡ് ഉണ്ടെങ്കിൽ ഒരു ബാഡ് ഉണ്ടാവും, ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവും. നമ്മുടെ ബാറ്ററി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ടെർമിനൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ഒരു ടെർമിനൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഒരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ടെർമിനൽ പോസിറ്റീവ്, ഒരു ടെർമിനൽ നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെയാണ് എനും ആനിനും നോർമൽ റൂൾ എന്ന് പറയുന്നത് ഇത്രയും നേരം നമ്മൾ നോക്കിയത്. എക്സെപ്ഷൻസും നമുക്ക് അതിൽ നോക്കാനുണ്ട്. ഓക്കെ, സോ എക്സെപ്ഷൻസ് ഒരു ബാഡ് ക്വാളിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അതിന് ഒരു കമ്പാരിസൺ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ലെറ്റ് us see, if a word begins with a vowel sound, ശ്രദ്ധിക്കുക, if a word begins with a vowel sound but with a consonant letter. ഓക്കെ, ഒരു വേർഡ് ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വവൽ സൗണ്ടിലാണ്, ബട്ട് അത് പ്രൊണൗൺസ് ചെയ്യുന്നത് കോൺസണന്റ് ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, അതായത് വവൽ സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യും, ബട്ട് അവിടുത്തെ ആൽഫബറ്റ് കോൺസണന്റ് ആണ്. അങ്ങനത്തെ കേസിൽ നമ്മൾ ലെറ്ററിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, സൗണ്ടിനാണോ? വാട്ട് ഡു യു തിങ്ക്? Sound. Any other answers? Sound. സൗണ്ടിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ലെറ്ററിനല്ല. നമ്മൾ സൗണ്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോ ഇപ്പൊ ലെറ്റർ വന്നിട്ട് എന്തോ ആയിക്കോട്ടെ, പക്ഷെ അതിനൊരു വവൽ സൗണ്ട് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എങ്ങനെയാ, ലെറ്റർ വവൽ ആണെങ്കിൽ സൗണ്ടും വവല്, ലെറ്റർ കോൺസണന്റ് ആണെങ്കിൽ സൗണ്ടും കോൺസണന്റ്. ബട്ട് നമ്മളിപ്പോ പറയുന്നത് എക്സെപ്ഷൻസ് ആണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് എക്സെപ്ഷൻസ്. സോ എക്സെപ്ഷൻസിൽ എങ്ങനെയാണ്? ഇങ്ങനെ വരും, ഒന്ന് ലെറ്റർ കോൺസണന്റും സൗണ്ട് വവലും. അപ്പൊ ഇവിടെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. MBA സ്റ്റുഡന്റ്, MLA ഫ്രം തമിഴ്നാടു, MP ഫ്രം കേരള, LPG സിലിണ്ടർ. ഈ MBA, MLA, MP, LPG എന്നൊക്കെ പറയുന്ന ടൈമിൽ ഒരു A സൗണ്ട് വരുന്നില്ലേ ബിഗിനിങ്ങിൽ? ആർ യു ഗെറ്റിംഗ് ഇറ്റ്? Yes, ma'am. MLA, Yes, ma'am. LPG നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഹൗസ് ഹോൾഡ് യൂസസിനുള്ള ഗ്യാസ് സിലിണ്ടേഴ്സ് എന്താണ്? LPG ഗ്യാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കുക്കിങ്ങിന്. അപ്പൊ LPG, അപ്പൊ A സൗണ്ട് വന്നിട്ട് ഒരു വവൽ സൗണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ആർട്ടിക്കിൾ ഡിപെൻഡ് ചെയ്യുന്നു? വി ആർ യൂസിങ് an. So the examples are like an MBA student, an MLA from Tamil Nadu, an MP from Kerala, or an LPG cylinder. ഇൻട്രസ്റ്റിംഗ് ആണത് അല്ലെ? എക്സെപ്ഷൻസ് നല്ല രസമാണ് പഠിക്കാൻ. ഇതേപോലെ തന്നെ നമുക്ക് നേരെ തിരിച്ചും പറയാം. ലെറ്റർ വന്നിട്ട് വവലും സൗണ്ട് വന്നിട്ട് കോൺസണന്റും. അതെങ്ങനെയാ മിസ്സേ പോസിബിൾ ആവുന്നത്? നോക്കാം. ഓക്കെ, ഇഫ് എ വേർഡ് ബിഗിൻസ് വിത്ത് എ കോൺസണന്റ് സൗണ്ട് but with a vowel alphabet, then also we use the article A. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് സംഭവം? ആൽഫബറ്റ് വവൽ ആണ്, ബട്ട് സൗണ്ട് കോൺസണന്റ് ആണ്. ഓക്കെ, സോ ഇതൊരു വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ഇവിടെ എക്സാമ്പിൾസ് നോക്കാം. വൺ മാൻ ഷോ, വൺ ഐഡ് മാൻ, യൂണിവേഴ്സിറ്റി, യൂണിഫോം, യൂറോപ്യൻ. അപ്പൊ നിങ്ങൾ തന്നെ പറയും, വൺ മാൻ ഷോ, വൺ ഐഡ് മാൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ O ആണ് ആൽഫബറ്റ്, ബട്ട് എന്ത് സൗണ്ടാ വരുന്നത് അവിടെ? വൺ. അപ്പോ
ഏത് അക്ഷരമാണ് നമ്മൾ മലയാളത്തിൽ 1 എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് വരുന്ന ലെറ്റർ ഏതാണ്? Va. ആ വാ. Va. വാ എന്ന് പറയുന്നത് വീന്റെ സൗണ്ട് അല്ലേ? അതൊരു കോൺസണന്റ് സൗണ്ട് അല്ലേ അത്? യെസ്, കോൺസണന്റ് സൗണ്ട് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എ വൺ മാൻ ഷോ എന്ന് പറയുന്നത്. സൗണ്ട് കോൺസണന്റ് ആണ്, അപ്പൊ എ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എ വൺ മാൻ ഷോ, എ വൺ ഐഡ് മാൻ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റൂൾ ഒന്നും മാറ്റുന്നില്ല, നമ്മൾ ഫസ്റ്റ് പഠിച്ച റൂൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു. വവൽ സൗണ്ട്സിന്റെ കൂടെ എ ആൻ യൂസ് ചെയ്യാം, കോൺസണന്റ് സൗണ്ട്സിന്റെ കൂടെ എ യൂസ് ചെയ്യാം. ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. ബട്ട് ഇവിടെ സംഭവം എന്താണ്? ആർട്ടിക്കിളുടെ പ്രശ്നമല്ല ഇവിടെ പ്രോബ്ലം. ആരുടേതാണ്? വേർഡ്സിന്റെ ആണ് ഇവിടെ പ്രോബ്ലം വരുന്നത്. അവരുടെ സ്വഭാവത്തിലാണ് ഇവിടെ മാറ്റം വരുന്നത്. ലെറ്റർ വവലും സൗണ്ട് കോൺസണന്റും, അല്ലെങ്കിൽ ലെറ്റർ കോൺസണന്റും സൗണ്ട് വവലും, ഇങ്ങനെയുണ്ട്. അപ്പോ സൗണ്ടിനനുസരിച്ച് ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? ഓ, ഞാൻ എ ആണോ, ശരി ഞാൻ ആയിക്കോളാം, അല്ലെങ്കിൽ ആൻ ആണോ, ശരി ഞാൻ വന്നോളാം എന്ന് പറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് നോക്കാം. എ വൺ മാൻ ഷോ, എ വൺ ഐഡ് മാൻ, യൂണിവേഴ്സിറ്റി. ഇതിൽ ഫസ്റ്റ് സൗണ്ട് എന്താണ്? ശരിക്കും യു എന്നാണ്. ഈ യു എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മലയാളത്തില് യാ എന്നൊരു ലെറ്റർ ഇടണ്ടേ അല്ലെ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ എഴുതുകയാണെങ്കിൽ കാലിക്കറ്റ് പിന്നെ യു എന്നല്ലേ എഴുതുന്നത്. അപ്പൊ അതൊരു കോൺസണന്റ് സൗണ്ട് ആണ്. അപ്പൊ എ യൂണിവേഴ്സിറ്റി, എ യൂണിഫോം, യൂറോപ്യൻ. യൂറോപ്യൻ എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് EUROPEAN ആണ്. ഇവിടെ അതിന്റെ സൗണ്ട് യു എന്നാണ്. അതാണ് വീണ്ടും ഒരു കോൺസണന്റ് സൗണ്ട് ആയതുകൊണ്ട് എ യൂറോപ്യൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് അപ്പ് തന്നെ മിസ്സിന്. ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കത് ഹയർ ക്ലാസ്സസിൽ എത്ര വലുതായാലും നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കും ചിലവർക്ക്. ബട്ട് നിങ്ങളുടെ ബേസ് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചാൽ then it will be very easy. Very good. We can see many thumbs ups. Very good. Okay. So now you can see a list of words for A and in the third column you can see 10 examples of exceptions that use A. Okay, so first A വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് പറയുന്നുണ്ട്. Dia, can you read the list? The first list of words? Yes, ma'am. Yeah. A book, a school, a house, a car, a tree, a river, a cat, a dog, a flower, a mountain. Good. So here ഇവിടെ നമുക്ക് കോൺസണന്റ് ആണ്, ലെറ്ററും സൗണ്ടും കോൺസണന്റ് ആണ്. ലെറ്ററും സൗണ്ടും ഒരേ ടൈപ്പിലാണ്, കോൺസണന്റ് ആയിട്ട് തന്നെ വരുന്നു. അപ്പൊ നമ്മൾ എ യൂസ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ആൻ വെച്ചിട്ടാണ്. അവിടെ നമുക്ക് ലെറ്ററും വവലാണ്, സൗണ്ടും വവലാണ്. Can somebody read this list? Anybody can come. നമ്മുടെ ക്ലാസ് വന്നിട്ട് ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുന്ന ഒരു ക്ലാസ് ആണ്. വെറും ലെക്ചർ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ക്ലാസ് അല്ല. I want all the students to participate. Yes, Sayujya, you can read it. Good. An apple, an elephant, an orange, an umbrella, an animal, an igloo, an ocean, an hour, an orbit, an egg. Okay, അവിടെ നമ്മൾ ഹവർ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ആൻ അവർ എന്നാണ് പറയേണ്ടത്. ഹവർ എന്ന് പറയുമ്പോൾ ഹ സൗണ്ട് വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഒരു എക്സെപ്ഷൻ പഠിക്കും. HOUR എന്ന് പറയുന്ന വേർഡിൽ H is always silent. അപ്പൊ നമ്മൾ ആൻ അവർ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനിയിപ്പോ പറയുന്നത് എന്താണ്? താങ്ക് യു. സോ 10 എക്സാമ്പിൾസ് ഓഫ് എക്സെപ്ഷൻസ് ദാറ്റ് യൂസ് എ. എ യൂസ് ചെയ്യുന്ന ചില എക്സാമ്പിൾസ് അല്ലെങ്കിൽ എക്സെപ്ഷണൽ എക്സാമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഹു ക്യാൻ റീഡ് ദ ലിസ്റ്റ്? Come on guys, somebody can come. May I miss? Yes, Ishan, yeah. A union, a university, a one off, a European, a used car, a useful trick, a one-time chance, a uniform, a U-turn, a unit. Very good. So you can see union, university, used car. Used car പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് കാർ ഒക്കെ പോലെ used car, useful trick, uniform, U-turn, unit. ഇതെല്ലാം ഒരു യാ സൗണ്ട് എന്ന് പറയുമ്പോൾ അതൊരു കൺസണന്റ് സൗണ്ട് ആയതുകൊണ്ടാണ് എ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് യൂറോപ്യൻ, വൺ ടൈം ചാൻസ്, ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. ഓക്കെ, സോ നൗ നമുക്ക് ഈ എക്സെപ്ഷൻസും മനസ്സിലായി, റെഗുലർ ആയിട്ട് വരുന്ന വേർഡ്സും എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ വേർഡ്സ് ബിഗിനിങ് വിത്ത് H ആണ് നോക്കാൻ പോകുന്നത്. അതായത് Hൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വേർഡ്സും അല്ല, ചില 3-4 വേർഡ്സ് മാത്രം.
Though H is a consonant, in words like air, our, honor, and honest, the letter H is considered to be silent. ഈ പറയുന്ന എയർ എന്ന് പറഞ്ഞാൽ അടുത്ത അവകാശി. ഓക്കെ, അവർ എന്ന് പറയുമ്പോൾ മണിക്കൂർ, ഓണർ എന്ന് പറയുമ്പോൾ ഒരു അംഗീകാരം, ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ സത്യസന്ധത. ഈ പറയുന്ന വേർഡ്സിലൊക്കെ നമുക്ക് H സൈലന്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? H കോൺസണന്റ് ആണ്, അപ്പൊ നമ്മൾ എ ആണ് വരാന്ന് വിചാരിക്കും. അല്ല, H സൈലന്റ് ആണ്. അപ്പൊ നമ്മൾ H കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ആൽഫബറ്റ് നോക്കുക. എയറിൽ ഇ ആണ്, അവറിലും ഓണറിലും ഓണസ്റ്റിലും O ആണ്. അപ്പൊ ഇവരൊക്കെ കോൺസണൻസ് ആണോ വവൽ ആണോ? ഇ ഒ ഒക്കെ പറയുന്നവര് വവൽസ് ആണ്. അപ്പൊ വവലിന്റെ മുന്നിൽ നമ്മൾ നാച്ചുറലി വിച്ച് ആർട്ടിക്കിൾ ഷുഡ് ബി യൂസ്ഡ്? ആൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ആൻ എയർ, ആൻ അവർ, ആൻ ഓണസ്റ്റ് മാൻ, ആൻ ഓണർ എന്നിങ്ങനെ നമ്മൾ പറയും. ഓക്കെ, യെസ്. ലെറ്റ് മീ കോൾ Nandu. Nandu, can you read the examples? I was waiting in the park for an hour. അവർ എന്ന് പറയാം കേട്ടോ. She received the award with an honor. Very good. Raghu is an honest gentleman. അത് റീഡ് ചെയ്യുമ്പോൾ കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ രഘു ഇസ് ആൻ ഓണസ്റ്റ് ജെന്റിൽമാൻ. വെരി ഗുഡ്. അപ്പൊ നമ്മൾ ആൻ ഓണസ്റ്റ് പേഴ്സൺ അങ്ങനെയാണ് നമ്മളിത് പറയേണ്ടത്. ഓക്കെ, ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ക്വാളിറ്റി ആണ്. ഓണസ്റ്റി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി, അതിന്ന് കിട്ടുന്ന ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ് ഈ ഓണസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എക്സെപ്ഷൻസ് നോക്കി. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് കഴിഞ്ഞു. ദ എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ എന്നത് ഒറ്റ ആർട്ടിക്കിളേ ഉള്ളൂ ഡെഫിനിറ്റ് ആയിട്ട്. പക്ഷെ ഈ ദന് ഒരുപാട് യൂസസ് ആണ്. ഓൾമോസ്റ്റ് 12 ഡിഫറെന്റ് യൂസസ് ആണ് ഇതിന് വരുന്നത്. നമ്മൾ ഓരോ യൂസസും നമുക്കൊന്ന് നോക്കാം. സോ ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ദർ ഇസ് ഓൺലി വൺ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, നെയിംലി ദ. ഓക്കെ, അപ്പൊ നമ്മൾ പലപ്പോഴും ഇതില് ദ എന്ന് പറയും, ചിലവര് ദി എന്ന് പറയും. ഏതാ മക്കളെ കറക്റ്റ്? ഓക്കെ, വേറെ അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? എനി അതർ ഒപ്പീനിയൻസ്? ഓക്കെ, ദി എന്നും പറയാം, ദ എന്നും പറയാം അല്ലെ. ഞാൻ റീസെന്റ് ഒരു വീഡിയോ കണ്ടു. വാട്ട് ദേ ആർ ടെല്ലിംഗ് ഈസ് ദ is the correct pronunciation when you are using it with words that begin in consonants, and D is the correct pronunciation when you are using the words that begins with a vowel sound. For example, the mango എന്ന് പറയാം, the apple എന്നും പറയാം. Okay, so vowel sounds start ചെയ്യുന്ന വേർഡ്സിന്റെ കൂടെ ദിയും കോൺസണൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ കൂടെ ദും പറയാം. I happen to see such a rule, but I don't know how far it is correct. ബട്ട് ഞാൻ ഗെയിൻ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തുണ്ട്. ഓക്കെ, എനിവേസ് ദ ഓർ ദി, നമ്മൾ ഇനി അതിൽ കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ ഏതാണോ പ്രാക്ടീസ് ചെയ്തത് അത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദ ഇസ് യൂസ്ഡ് വിത്ത് ഫസ്റ്റ് യൂസ് നൗൺസ് ദാറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ഏർലിയർ. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഒരു സെന്റൻസിൽ നമ്മൾ ഒരു നൗണിനെ കുറിച്ച് പറഞ്ഞു, സെക്കൻഡ് ടൈം നമ്മൾ അതേ നൗണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ദ യൂസ് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ, മൈ സിസ്റ്റർ ഇസ് മേക്കിംഗ് എ ഫിലിം. The film is on the folk art of Nepal. അതായത് എന്റെ സിസ്റ്റർ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പറയുമ്പോൾ എന്റെ സിസ്റ്റർ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് ഇതേ ഫിലിമിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ദ ഫിലിം എന്ന് പറയും. സോ ദ ഫിലിം ഈസ് ഓൺ ദ ഫോക്ക് ആർട്ട് ഓഫ് നേപ്പാൾ. ഓക്കെ, ഫിലിം വന്നിട്ട് നേപ്പാളിന്റെ ഫോക്ക് ആർട്ടിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സെക്കൻഡ് യൂസ് നോക്കൂ. ഐ റെഡ് എ നോവൽ യെസ്റ്റർഡേ. ഇന്നലെ ഞാനൊരു നോവൽ റീഡ് ചെയ്തു. ആ നോവലിന്റെ പേര് എന്ന് പറയാൻ സെയിം നോവൽ തന്നെയാണല്ലോ. ദ നോവൽസ് നെയിം ഈസ് എ ഡോൾസ് ഹൗസ്. ഓക്കെ, സോ ഫസ്റ്റ് ഒരു പ്രാവശ്യം പറഞ്ഞതിനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ആ നൗണിന്റെ കൂടെ റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ ദ യൂസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ യു ക്യാൻ ടെൽ ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ദ നെയിം ഓഫ് മൈ സ്കൂൾ ഇസ് GHSS. കിട്ടിയില്ലേ? ഇതാണ് അതിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. ഇതാണ് ഫസ്റ്റ് യൂസ്. സെക്കൻഡ് യൂസ് എന്താണെന്ന് നോക്കാം. ദ ഇസ് യൂസ്ഡ് വിത്ത് ഓർഡിനൽസ് ലൈക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എക്സെട്ര. അപ്പൊ മക്കളെ നമ്മൾ കുറേ പ്ലേസസിൽ നമ്മളിത് യൂസ് ചെയ്യുന്നില്ലേ? ഫസ്റ്റ്,
സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ നമ്മൾ എന്താ പറയാ? ഓർഡിനൽസ് എന്നാണ് പറയുക. വാട്ട് ആർ ദേ കോൾഡ്? ഓർഡിനൽസ്. ഓർഡിനൽസ്. So there is an example here. I am the second child for my parents. She is the first child. അപ്പോൾ the second child, the first child എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഞാനാണ് ലാസ്റ്റ് ചൈൽഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിലോ എങ്ങനെ നമ്മളത് ഫ്രെയിം ചെയ്യും? Can you try? She is the last child. She is the last child. Very good. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ I am the last child. അപ്പൊ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ലാസ്റ്റ് ഇതിനൊക്കെ നമ്മൾ ഓർഡിനൽസ് എന്നാണ് പറയുന്നത്. കേട്ടോ, നമ്മളൊരു പൊസിഷൻ പറയല്ലേ. ഓക്കെ, I am studying in the 10th standard. She is studying in the 8th standard. അങ്ങനെ ഇതിനെ നമ്മൾ ഓർഡിനൽസ് എന്ന് പറയും. ഓക്കെ, വേർഡ് മറക്കരുത്, ഓർഡിനൽസ്. നൗ തേർഡ് യൂസ് പോവാം. തേർഡ് യൂസ് വെരി ഇൻട്രസ്റ്റിംഗ്. The is used with adjectives in the superlative degree. എത്ര പേർക്ക് ഇവിടെ സൂപ്പർലേറ്റീവ് ഡിഗ്രീനെ കുറിച്ചിട്ട് അറിയാം? ജസ്റ്റ് ഒന്ന് ഹാൻഡ്സ് റേസ് ചെയ്ത്. ഹാൻഡ് റേസോ തംസ് അപ്പോ എന്തെങ്കിലും യു ക്യാൻ ഗിവ് എ തംസ് അപ്പ്. How many of you have heard of the superlative degree? Okay. Okay. ആർക്കും ഇല്ല? 10th പഠിക്കുന്ന ആള് ആരോ ഉണ്ടല്ലോ ഇവിടെ? നന്ദു. Adjectives പഠിച്ചിട്ടില്ലേ superlative degree? Okay, nobody else? I just got one thumbs up. Okay, adjectives 3 degrees ഉണ്ട്. First adjectives എന്താണെന്ന് say അത് പറയൂ. Okay, adjectives are qualifying words or describing words. Nouns നെ describe ചെയ്യുന്ന words നെ adjectives എന്ന് പറയും. Adjectives are words that can describe a noun or a pronoun. Okay, adjectives ന് basically 3 degrees ഉണ്ട്. 3 degrees of comparison എന്നാണ് നമ്മൾ അതിനെ പറയുക. ആ നെയിംസ് ആർക്കെങ്കിലും അറിയൂ? Past, present, perfect ആണോ? എടാ അത് ടെൻസസ് ആണ്. ഞാൻ പറയുന്നത് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ വിശേഷണം എന്ന് പറയില്ലേ മലയാളത്തില്. ഈ അഡ്ജക്റ്റീവ്സ് ഒരു പാർട്ട് ഓഫ് സ്പീച്ച് ആണ്. ഈ പാർട്ട് ഓഫ് സ്പീച്ച് നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ആൻഡ് there are 3 degrees of adjectives. ഇതിനെ നമ്മൾ പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് എന്നിങ്ങനെ 3 നെയിംസിൽ പറയും. I will just type it in the comment box. We call it positive, comparative and superlative. So ഇതിപ്പോ പഠിക്കാൻ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ I will give an example. Tall, taller, tallest. Okay, so ഞാൻ പറയാണ് അനു is a tall girl എന്ന് പറഞ്ഞാൽ അനു ഒരു tall girl ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ അനുവിനെ മാത്രം ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഞാൻ പറയുന്നത് അനു ഒരു tall girl ആണ്. അനു is a tall girl. ഓക്കെ, ഇപ്പൊ എനിക്ക് അനുവിനെയും മനുവിനെയും തമ്മിൽ കമ്പയർ ചെയ്ത് പറയണം. അനുവിന്റെ ബ്രദർ ആണേ മനു. അപ്പോൾ അനുവിനെയും മനുവിനെയും കൂടെ കമ്പയർ ചെയ്ത് എനിക്ക് പറയണം. So how can I compare? I can tell Manu is taller than Anu. Manu is taller than Anu. അപ്പോൾ ഈ taller എന്ന് പറയുന്ന വേർഡ് ഞാൻ when I am comparing two people, I am using the comparative degree. Okay, if you are speaking about only one person, if you are describing only one person, then you can use the positive degree. That is enough. But when you are comparing two people or two things, you have to use the comparative degree of adjective. So taller എന്ന word use ചെയ്തു. Now finally coming to the superlative degree, if you want to speak about one person out of many people, okay, imagine that Anu goes to school and I want to tell that ക്ലാസ്സിൽ തന്നെ അനു ആണ് ഏറ്റവും ടോളായ കുട്ടി. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ I can tell Anu is the tallest girl in the class. Anu is the tallest girl in the class. So what am I doing here? I am speaking about Anu by comparing it with many other students in the class. There are nearly 40 or 50 students in the class. But I want to tell that Anu is the tallest girl in the class out of all the 40 or 50 students. So this is where we will be using the superlative degree of adjectives. So superlative degree എന്ന് പറയുമ്പോൾ നമ്മുടെ tallest, smallest, shortest, brightest, strongest ഇതിനൊക്കെയാണ് superlative degrees എന്ന് പറയുന്നത്. So നമ്മൾ coming back to articles, all the superlative degrees should be written with the article the. The എന്ന ആർട്ടിക്കിളിന്റെ കൂടെ ആയിരിക്കണം നമ്മൾ superlative ഡിഗ്രികൾ എഴുതേണ്ടത്. For example, I will read the first sentence.
Meera is the cutest girl I have ever seen. So what is the superlative degree in the sentence? Cutest. Yes, Cutest. cutest. അപ്പൊ ക്യൂട്ടസ്റ്റിന്റെ കൂടെ നോക്കൂ ദ എന്ന ആർട്ടിക്കിൾ ഞാൻ വെച്ചിട്ടില്ലേ, എഴുതിയിട്ടുണ്ട് അല്ലെ. ഇതാണ് ഈ അഡ്ജക്റ്റീവ്സിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നതിന്റെ മീനിങ്. Got it? Yes. So let me call Devananda. Can you read the examples? Are you there? Or Alona, are you there? Can you read the examples? Meera is the cutest girl I have ever seen. Asia is the largest continent in the world. Australia is the smallest continent in the world. Pacific Ocean is the largest ocean in the world. Ramu is the tallest boy in the class. Anjana is the shortest girl in the group. Manav is the fattest man in the club. Yellow is the brightest color in saris. Lotus is the most beautiful flower in the world. Very good, Alona. Thank you. Yes. So നമുക്കിവിടെ എന്താണ് ഡിഫറെന്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് നമ്മൾ നോക്കി. കുറേ അഡ്ജക്റ്റീവ്സ് പഠിക്കാൻ പറ്റും ഈ ചാപ്റ്ററിൽ. ഓക്കെ. സോ ക്യൂട്ടസ്റ്റ്, ലാർജസ്റ്റ്, സ്മോളസ്റ്റ്, ടോളസ്റ്റ്, ഷോർട്ടസ്റ്റ്, ഫാറ്റസ്റ്റ്, ബ്രൈറ്റസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്നുള്ള വേർഡിനെ നമുക്ക് ഒരിക്കലും ബ്യൂട്ടിഫുള്ളസ്റ്റ് എന്ന് എഴുതാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയും. കമ്പാരിറ്റീവിൽ എന്താ പറയാ? Does anyone know? Beautiful, dash beautiful, most beautiful എന്നുള്ളത് സൂപ്പർലേറ്റീവില്. കമ്പാരിറ്റീവിൽ അപ്പൊ നമ്മൾ മോസ്റ്റ് പോലെ വേറൊരു വേർഡ് യൂസ് ചെയ്യും. ഗസ് ചെയ്ത് നോക്കാലോ. ഇറ്റ് ഈസ് റോങ്, ദാറ്റ്സ് ഓക്കെ. യെസ്, മോർ ബ്യൂട്ടിഫുൾ എന്ന് പറയും. ഓക്കെ, ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡിന് ദ മോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മോസ്റ്റിന്റെ മുന്നിൽ എന്ത് ചെയ്യുക? ദ കൊടുക്കുക. സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ യൂസ് ദ. അപ്പൊ ദന്റെ തേർഡ് യൂസ് കണ്ടു. ഫസ്റ്റ് യൂസ് എന്താണ്? നൗൺസ് ദാറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ഓൾറെഡി, അതിന്റെ കൂടെ, പിന്നെ ഓർഡിനൽസിന്റെ കൂടെ, പിന്നെ തേർഡ് യൂസ് ആണ് അഡ്ജക്റ്റീവ്സിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി. നൗ മൂവിംഗ് ടു ദ ഫോർത്ത് റൂൾ. ദിസ് ഇസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്. ദ ഇസ് യൂസ്ഡ് വിത്ത് യുണീക്ക് ആൻഡ് യൂണിവേഴ്സൽ നൗൺസ്. എന്താണ് യുണീക്ക് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരാൾ, അപൂർവം. അതന്നെ. യെസ്, യുണീക്ക് എന്ന് പറയുമ്പോൾ അപൂർവം എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ, വി ക്യാൻ ഓൾസോ ടെൽ ഇറ്റ് ഇൻ ദിസ് വേ, ഒരാളെ പോലെ ഒരാളെ ഉണ്ടാവുള്ളൂ അല്ലെ. അതിനെ നമ്മൾ യുണീക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ എം യുണീക്ക്, യു ആർ യുണീക്ക്, ഹി ഈസ് യുണീക്ക്, ഷീ ഈസ് യുണീക്ക്. നമ്മുടെയൊക്കെ DNA യുണീക്ക് അല്ലേ? സയൻസിൽ പഠിക്കുന്ന DNA, റൈറ്റ്? Yes. യെസ്, DNA Yes. ഒരാളുടെ പോലെ മറ്റൊരാളുടെ DNA ഒരിക്കലും റെപ്ലിക്കേറ്റ് ആവില്ല. അപ്പൊ DNAs ഡിഫറെന്റ് ആയതുകൊണ്ടാണ് നമ്മുടെ എന്തും ഡിഫറെന്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഒരു സംഭവം, ഈ ഇൻവെസ്റ്റിഗേഷനിലൊക്കെ നോക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് യുണീക്കാണ്. അതെന്താണത്? പോലീസ് ഇൻവെസ്റ്റിഗേഷൻസിലൊക്കെ ഇപ്പൊ ഒരു ക്രൈം നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെഫ്റ്റ് നടന്നു, എന്തോ ഒരു ക്രൈം നടന്നു. അപ്പൊ അതിൽ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ആരാണ് കൾപ്രിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ അവരൊരു സംഭവം ടെസ്റ്റ് ചെയ്യും. വാട്ട് ഇസ് ദാറ്റ്? DNA സാമ്പിൾ. DNA സാമ്പിൾ അല്ലടാ. Fingerprint. എക്സാക്ട്ലി, വെരി ഗുഡ്. ഫിംഗർ പ്രിന്റ്, വെരി ഗുഡ്. ഫിംഗർ പ്രിന്റ്. ഞാനൊരു ക്ലൂ തരാൻ വരികയായിരുന്നു. ആധാർ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സംഭവം. എല്ലാവർക്കും ആധാർ കാർഡ് ഇല്ലേ ഇവിടെ? സോ അവർ ഫിംഗർ പ്രിന്റ്സ് വിൽ ബി, യെസ്, ഫിംഗർ പ്രിന്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദിസ് ആധാർ. Yes. യെസ്. സോ യുണീക്ക് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഇവിടെ എക്സാമ്പിൾസിൽ സൺ, മൂൺ, എർത്ത് എന്നൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ യുണീക്ക് അല്ലേ? ദർ ഇസ് ഓൺലി വൺ സൺ, ഓൺലി വൺ മൂൺ, ആൻഡ് ദർ ഇസ് ഓൺലി വൺ എർത്ത്. The planets in the solar system, there is only one Mercury, one Jupiter, one Venus, right? അപ്പൊ ഇതിനെയാണ് നമ്മൾ യുണീക്ക് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ വേൾഡിൽ എവിടെ പോയാലും ഇതൊന്നേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതിനെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും എന്താണ്? സൺ, മൂൺ, എർത്ത് ഒക്കെ യുണീക്കുമാണ്. ദേ ആർ യൂണിവേഴ്സൽ ആസ് വെൽ. ഓക്കെ, സോ യെസ്, ദീസ് ആർ ദ എക്സാമ്പിൾസ്. somebody can read. ഞാൻ നെയിം വിളിക്കുന്ന Ma'am, can I? വോളണ്ടിയർ ചെയ്ത് തരും. ഹു ഇസ് ദാറ്റ്? Can I, ma'am? യെസ് യെസ് യെസ്, യാ പ്ലീസ്. Okay, ma'am. The sun rises in the east. The moon gives us coolness at night. The earth is the third planet in the solar system. The earth is the only planet that has life.
ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ സയന്റിഫിക് ഫാക്ട്സ് ആണ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം. ഇതില് നമ്മൾ ദ യൂസ് ചെയ്തിരിക്കുന്നത് ഈ സൺ മൂൺ എർത്തിന്റെ കൂടെ മാത്രമല്ല. കണ്ടോ, ഈസ്റ്റിന്റെ മുന്നിൽ ദ ഉണ്ട്. ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഇസ് ഇറ്റ്? Direction. വെരി ഗുഡ്, ഇറ്റ് ഇസ് എ ഡയറക്ഷൻ. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ ഡയറക്ഷൻസ് ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. ദ എർത്ത് ഇസ് ദ തേർഡ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. എത്ര ദ ഉണ്ട് ഈ സെന്റൻസിൽ? 3. 3. ഓക്കെ, എന്തുകൊണ്ട് 3 വരുന്നു? Can you give the reason? This is the definite article. There's the definite article, that's okay. അപ്പൊ എർത്തിന്റെ കൂടെ മാത്രം കൊടുത്താൽ പോരെ ദ, യുണീക്ക് ആൻഡ് യൂണിവേഴ്സൽ നൗൺ. എന്തിന് തേർഡിന്റെ മുന്നിലും സോളാർ സിസ്റ്റത്തിന്റെ മുന്നിലും വന്നു? കമോൺ യു ക്യാൻ ആൻസർ. ഇവിടെ ഉള്ള കുട്ടികളൊക്കെ നല്ല ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇത് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ഞാൻ പറയായിരുന്നു ഒരു കറക്റ്റ് പറയുന്ന ആൾക്ക് ഒരു ചോക്ലേറ്റ് തരാമെന്നൊക്കെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഇസ് ആൻ ഓൺലൈൻ ക്ലാസ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ചോക്ലേറ്റിന്റെ ഇമേജ് പോലും പ്രസന്റ് ചെയ്യാനേ അത്രേ പറ്റുള്ളൂ. പറയും മക്കളെ, നിങ്ങൾക്ക് അറിയാം. ശരി, സോളാർ സിസ്റ്റം എന്നുള്ളത് നമ്മൾ എത്ര ടൈപ്സ് പഠിച്ചിട്ടുണ്ട്? ഒരു ടൈപ്പ് അല്ലേ ആകെ പഠിച്ചിട്ടുള്ളൂ? ഒരു സോളാർ സിസ്റ്റം അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ? നമ്മുടെ ഗാലക്സിയിൽ, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഒരു സോളാർ സിസ്റ്റം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി വേറെ സ്പേസിൽ എന്തെങ്കിലും സോളാർ സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ ഗാലക്സിയിൽ ഇത് ഒന്നേ ഉള്ളൂ. അപ്പോൾ ദറ്റ് ഈസ് എ യുണീക് നൗൺ. അഗെയിൻ ഇറ്റ് ഇസ് യുണീക് ആൻഡ് യൂണിവേഴ്സൽ. അതുപോലെ തേർഡ് എന്ന് പറയുന്നത് എന്താണ്? അത് എന്ത് നമ്പർ ആണ് തേർഡ്? അതിന്റെ യൂസും നമ്മൾ പഠിച്ചു. Ordinals. യെസ്, തേർഡ്, ഫോർത്ത്, ഫസ്റ്റ് ഇതൊക്കെ എന്താണ്? ഓർഡിനൽസ് ആണ്. ഓർഡിനൽസിന്റെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യണ്ടേ? അപ്പൊ ദ എർത്ത് ഇസ് ദ തേർഡ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. മനസ്സിലായോ? യെസ്. Now coming to the fourth one, the earth is the only planet that has life. ഈ only എന്ന് പറയുന്ന വേർഡ് ഒരു പ്രത്യേക മാജിക്കൽ വേർഡ് ആണ്. നമ്മൾ അതിന്റെ കൂടെ പലപ്പോഴും ദ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട് കേട്ടോ. ഞാൻ പറയാണ്, ദിയ മാത്രമാണ് ക്ലാസ്സിൽ സൈലന്റ് ആയിട്ടുള്ള ഗേൾ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ദിയ ഇസ് ദ ഓൺലി സ്റ്റുഡൻറ് ഹു ഈസ് സൈലന്റ് ഇൻ ദ ക്ലാസ്. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ ദ ഓൺലി എന്നൊരു കോമ്പിനേഷൻ, ഒരു ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ ഗൈസ്, കം ബാക്ക്. Now moving to the fifth use, names of rivers, seas or oceans. നദികളുടെ പേര്, സീസിന്റെ പേര്, ഓഷൻസിന്റെ പേരിന്റെ ഒക്കെ കൂടെ നമുക്ക് ദ യൂസ് ചെയ്യാം. യെസ്, ഓക്കെ, ലെറ്റ് മീ കോൾ. ഓക്കെ, ആരെയാ ഇപ്പൊ വിളിക്കാം? ജിനേഷ് ആരായിരുന്നു? അയ്യോ, ഐ ഫോർഗോട്ട് യുവർ നെയിം. ജിനേഷിന്റെ പേരെന്തായിരുന്നു? ജിനേഷ് എൻ ജി. മോന്റെ പേര് മിസ് മാറുന്നല്ലോ, റീഡ് ചെയ്തൂടെ? ഓക്കെ, പിന്നെ വേറെ ആരാണ്? ശ്രീജ രാജൻ, അരുത്. Yes, ma'am. ആ, ഇത് ശ്രീജ രാജൻ ആരാണ്? ശ്രുതിയാണോ? Adinath. ആദിനാഥ്. യെസ്, ആദിനാഥ് റീഡ് ചെയ്തോളൂ, എക്സാമ്പിൾസ് റീഡ് ചെയ്തോളൂ. The Ganga is the longest river in India. India is surrounded by the Arabian Sea, the Bay of Bengal, and the Indian Ocean. The Himalayas beautify India. വെരി ഗുഡ്. സോ ഗാഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാ റിവറിനെയാണ്, ഇംഗ്ലീഷ് നെയിം ആണ് ഗാഞ്ചസ്. ഓക്കെ, സോ ദ ഗാഞ്ചസ് ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. അപ്പൊ ഗാഞ്ചസ് ഒരു റിവറിന്റെ നെയിം ആയതുകൊണ്ടാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത്. ഡസ് എനിവൺ നോ വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ്? ഇഫ് യു ഡോണ്ട് നോ, ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, Amazon River ആണോ? നോ, ആമസോൺ അല്ല. Nile. വെരി ഗുഡ്. അപ്പൊ അത് എങ്ങനെ സെന്റൻസ് ആക്കി പറയും? ഒന്ന് സായുജ്യ ട്രൈ ചെയ്തേ. നൈലാണ് ലോകത്തിലെ തന്നെ ലോങ്സ്റ്റ് റിവർ. എങ്ങനെ പറയും ഇൻ ഇംഗ്ലീഷ്? ഈ റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യും. World.
In the world. സെന്റൻസ് ഫുൾ ആയിട്ട് പറയൂ, എനിക്ക് കേട്ടില്ല. The Nile longest river in the world. Very good. The Nile is the longest river in the world. Okay. Next one. India is surrounded by the Arabian Sea. Yeah, very good, Sony. So India is surrounded by the Arabian Sea, the Bay of Bengal and the Indian Ocean. എല്ലാം സീസിന്റെ പേര്, കടലുകളുടെ പേരുകളാണ്. ഓക്കെ. ആൻഡ് ദ ഹിമാലയാസ് ബ്യൂട്ടിഫൈസ് ഇന്ത്യ. ഹിമാലയാസ് വന്നിട്ട് ഓഷനോ സിയോ അല്ല, ബട്ട് അതെന്താണ്, ഒരു മൗണ്ടൻ ആണ്. ദ ഹിമാലയാസ് ബ്യൂട്ടിഫൈസ് ഇന്ത്യ. ഇന്ത്യക്ക് വന്നിട്ട് എങ്ങനെയാണ്, ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പാർട്ടിൽ ഹിമാലയാസും പിന്നെ സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലുമായിട്ട് നമുക്ക് എന്താണ്, റിവേഴ്സ്, സീസ് ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സീസും ഒരു ഓഷനും, സൗത്തിലും ഓഷൻ, നോർത്തിലും മൗണ്ടൻ, ഈസ്റ്റിലും വെസ്റ്റിലും സീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു നെയിം ഉണ്ടല്ലോ, അതറിയോ? ഇങ്ങനെ ആയതുകൊണ്ട് ഇന്ത്യ is surrounded by water on 3 sides and by land on 1 side. ഇന്ത്യക്ക് ഒരു നല്ലൊരു ഒരു നെയിം ഉണ്ട് അതിന്. സയൻസ്, ഇടയ്ക്ക് സയൻസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചോദിക്കും കേട്ടോ, അങ്ങനെ ജോഗ്രഫിയിലോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് എന്തായാലും അറ്റൻഡ് ചെയ്യാം. നമ്മൾ ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മൾ കുറെ GK നമുക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇന്ത്യയുടെ 3 സൈഡ്സ് വാട്ടറും 1 സൈഡ് ലാൻഡും ആയതുകൊണ്ട് ഇന്ത്യക്ക് ഒരു സ്പെസിഫിക് നെയിം ഉണ്ട്, അതെന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ്, യു ക്യാൻ പോസ്റ്റ് ഇറ്റ് ഇൻ ദ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് പാർട്ട്. നമുക്ക് വന്നിട്ട് 6th റൂൾ എന്താണ്, ദ ഇസ് യൂസ്ഡ് വിത്ത് ഗ്രൂപ്പ്സ് ഓഫ് കൺട്രീസ്. ഗ്രൂപ്പ്സ് ഓഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളുടെ കൺട്രി ഒക്കെ പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് കൺട്രിയാണ്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സിംഗിൾ കൺട്രിയാണ്, അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്നത് ഒരു സിംഗിൾ കൺട്രിയാണ്, ഓസ്ട്രേലിയ ഒരു ഇൻഡിപെൻഡന്റ് സിംഗിൾ കൺട്രി. ബട്ട് ഗ്രൂപ്പ്സ് ഓഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ പോലെ ഒരു അസോസിയേഷനിൽ കുറെ കൺട്രീസ് ഉണ്ടാവും. അങ്ങനത്തെ കൺട്രീസ്, ഗ്രൂപ്പ്സ് ഓഫ് കൺട്രീസിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ദ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ദ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരുപാട് 14-15 കൺട്രീസോളം ഉണ്ട്, യൂറോപ്യൻ കൺട്രീസ് ഉള്ളതാണ് ദ യൂറോപ്യൻ യൂണിയൻ. അതുപോലെ ദ USA, ദ UAE. ഓക്കെ, USA എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് അമേരിക്കൻ കൺട്രീസ് ഉണ്ട്. അതുപോലെ ദ UAE വന്നിട്ട് 7 ഗൾഫ് കൺട്രീസ് ഉണ്ട്, ദ UAE. ഇതിന്റെ ഫുൾ ഫോംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇവരൊക്കെ ഗ്രൂപ്പ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ദ USA, ദ UAE എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ യുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു ഇതും കൂടെ ഉണ്ടല്ലോ, UK, ദ UK. വാട്ട് ഇസ് UK? United Kingdom. ദ യുണൈറ്റഡ്. United Kingdom. അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്രൂപ്പ്സ് ഓഫ് കൺട്രീസിന്റെ കൂടെ ദ യൂസ് ചെയ്യാം. നെക്സ്റ്റ് 7th യൂസ് നോക്കാം. ദ ഇസ് യൂസ്ഡ് വിത്ത് നാഷണാലിറ്റീസ് ഓർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. നാഷണാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യൻ, ഐ എം എൻ ഇന്ത്യൻ, ദിസ് ഇസ് മൈ നാഷണാലിറ്റി. യു ആർ എൻ അമേരിക്കൻ, സോ ദാറ്റ് ഇസ് യുവർ നാഷണാലിറ്റി. ഹി ഈസ് എ ചൈനീസ്, ദാറ്റ് ഇസ് ഹിസ് നാഷണാലിറ്റി. അപ്പൊ ദ ബ്രിട്ടീഷ്, ദ ഫ്രഞ്ച്, ഫ്രാൻസിലുള്ളവരെ ഫ്രഞ്ച് എന്ന് പറയും. ഡച്ച് എന്ന് പറയുമ്പോൾ നെതർലാൻഡിലുള്ളവരെ ഡച്ച് എന്ന് പറയും. അതുപോലെ നമ്മള് പോർച്ചുഗലിലുള്ളവരെ പോർച്ചുഗീസ് എന്ന് പറയും. അപ്പൊ ദ പോർച്ചുഗീസ്, ദ ബ്രിട്ടീഷ്, ദ ഇന്ത്യൻ, ദ ഫ്രഞ്ച്, ദ ഡച്ച്. പിന്നെ നമ്മുടെ ഡിഫറെന്റ് എന്താണ് റിലീജിയൻസ് എന്ന് പറയുമ്പോൾ ദ ഹിന്ദുസ്, ദ മുസ്ലിംസ്, ദ ക്രിസ്ത്യൻസ്, ദ സിഖ്സ്, എക്സെട്ര. ഓക്കെ, അപ്പൊ നമ്മുടെ കാസ്റ്റ് കമ്മ്യൂണിറ്റി ഒക്കെ പറയുമ്പോൾ നമ്മൾ ദ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്താണ്, ഹോളി ബുക്കിന്റെ നെയിംസ് ആണ്. ഹോളി ബുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ റിലീജിയനും ഓരോ ബുക്സ് ഉണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ ദ ഭഗവത്ഗീത, ദ ഹോളി ബൈബിൾ, ദ ഖുറാൻ, എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ന്യൂസ് ഡെയിലീസ് ആൻഡ് മാഗസിൻസ്. ന്യൂസ് പേപ്പേഴ്സിന്റെ കൂടെ മാഗസിൻസിന്റെ കൂടെ ഒക്കെ നമുക്ക് ദ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ദ ഹിന്ദു, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ഈ വികടൻ, കൽക്കി എന്ന് പറയുന്നതൊക്കെ തമിഴ്നാട്ടിലുള്ള ചില മാഗസിൻസ് ആണ്. കേരളത്തിലുള്ള ഏതെങ്കിലും മാഗസിൻസിന്റെ നെയിംസ് അറിയോ നിങ്ങൾക്ക്? വനിത എന്നൊരു മാഗസിൻ ഉണ്ട്, ഒരുപാട് ഇയേഴ്സ് ആയിട്ടുള്ളതാണ്, ദ വനിത. ഓക്കെ, പിന്നെ അതുപോലെ ഒരു നല്ലൊരു മാഗസിൻ ഉണ്ടല്ലോ, ബാലരമ. ബാലരമ, വെരി ഗുഡ്. ദ ബാലരമ, ദ ബാലഭൂമി എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, നൗ കമ്മിങ് ടു ട്രെയിൻസ്, ഷിപ്സ് ആൻഡ് സ്പേസ് ഷിപ്സ്. ഈ ട്രെയിനുകളുടെ പേര്, ഷിപ്പുകളുടെ, സ്പേസ് ഷിപ്പിന്റെ പേരിന്റെ കൂടെ ഒക്കെ നമുക്ക് ദ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ദ ജനശതാബ്ദി, ദ വന്ദേ ഭാരത്, ഇതൊക്കെ ട്രെയിൻസ് ആണല്ലോ. ദ MV മാധവി, ഇതൊരു പോപ്പുലർ ഷിപ്പായിരുന്നു.
The Apollo spaceship എല്ലാവർക്കും അറിയാം. അപ്പോളോയിൽ പോയിട്ടാണ് മൂണില് ഒരാള് ലാൻഡ് ചെയ്തത്. ആരായിരുന്നു അത്? The first man to Neil Armstrong. yes, the first man to set his foot on the moon was Neil Armstrong. Okay. Now coming to the 11th use, titles and awards. The is used with some titles and awards. Titles എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഓണർ, ഓക്കെ, ചില പദവികൾ, അംഗീകാരങ്ങൾ, അവാർഡ്സിന്റെ കൂടെയൊക്കെ നമുക്ക് ദ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ദ നൊബൽ പ്രൈസ്, ദ സാഹിത്യ അക്കാദമി അവാർഡ്, ദ പത്മഭൂഷൺ എക്സെട്ര. ലാസ്റ്റ് ദന്റെ ഒരു 12th യൂസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യൂസസ് ദ ഏഷ്യൻ ഗെയിംസ്, അതായത് വെൽ നോൺ ഇവന്റ്സിന്റെ, വെൽ നോൺ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഒക്കെ ഇല്ലേ, അതിനെയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഏഷ്യൻ ഗെയിംസ്, ദ ഒളിമ്പിക് ഗെയിംസ്, ദ വേൾഡ് കപ്പ്, ദ ഓസ്കാർ പ്രസന്റേഷൻസ്. ഇപ്പൊ റീസെന്റ് കഴിഞ്ഞത് എന്തായിരുന്നു ക്രിക്കറ്റില്? ടെസ്റ്റ് വേൾഡ് കപ്പ്. അത് ഓക്കെ. വേൾഡ് കപ്പ്. അതല്ലാണ്ട് RCB ജയിച്ചില്ലേ, ഏതാണത്? വാട്ട് ഇസ് ദാറ്റ്? IPL, ഇന്ത്യൻ പ്രീമിയർ ലീഗ്. വെരി ഗുഡ്, ദ IPL. അപ്പൊ ദ IPL എന്ന് വേണം നമ്മൾ അതിനെ പറയാം. ഓക്കെ, ദ IPL, ദ വേൾഡ് കപ്പ്. മറ്റേത് എപ്പോഴും ഇയർ, എല്ലാ വർഷവും വേറെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താണ്? ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ്. അത് തന്നെ, ICC, ദ വേൾഡ് കപ്പ്. വാട്ട് ഇസ് ICC? ICC ഇന്ത്യൻ പറഞ്ഞോടാ, പറഞ്ഞോ മോനെ. ഇന്ത്യൻ ക്രിക്കറ്റ് എന്തോ ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിൽ. ഓക്കെ, യെസ്. അപ്പോ ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിൽ. അപ്പൊ ഇതുപോലത്തെ ദ ICC വേൾഡ് കപ്പ്, ദ IPL 2025. പിന്നെ നമ്മുടെ ഫുട്ബോളിന്റെ ഫേമസ് ആയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, എന്താണ് അതിന്റെ ഫുൾ ഫോം? ഫുൾ ഫോം അല്ല, സോറി, അതിന്റെ അബ്രിവിയേഷൻ എന്താണ്? FIFA. വാട്ട് ഇസ് ദാറ്റ്? ഫിഫ. ദ ഫിഫ. ഓക്കെ, ഇതെല്ലാമാണ് വെൽ നോൺ ഇവന്റ്സ് എന്ന് പറയുന്നത്. ഓസ്കാർ പ്രസന്റേഷൻസ് സ്പോർട്സ് അല്ല, പക്ഷെ അതൊരു ഇവന്റ് ആണല്ലോ. എവ്രി ഇയർ ഈ ഓസ്കാർ അവാർഡ്സ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ദ ഓസ്കാർ പ്രസന്റേഷൻസ്. ഓക്കെ, അതുപോലെ ദ നാഷണൽ അവാർഡ് പ്രസന്റേഷൻസ്. നമ്മുടെ കൺട്രിയിൽ എല്ലാ ഇയറും നാഷണൽ അവാർഡ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ദ എന്ന ആർട്ടിക്കിളിന്റെ യൂസ്. അപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ, ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ വെരി ഈസി ആണ്. ദർ ആർ ഓൺലി 3 ആർട്ടിക്കിൾസ്. ബട്ട് ഈ ഓരോ ആർട്ടിക്കിളിന്റെയും യൂസ് നമ്മൾ പഠിച്ചില്ലേ? ആൻ എവിടെ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം, ദ എവിടെ യൂസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതാണ് ഇപ്പോൾ ദാണ് കൂടുതൽ. മെജോറിറ്റി ഓഫ് ദ യൂസസ് ദ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പഠിക്കണം. വേർ ടു നോട്ട് യൂസ് ആർട്ടിക്കിൾസ്. നമ്മൾ എവിടെ യൂസ് ചെയ്യണം എന്ന് പഠിച്ചു, എവിടെ യൂസ് ചെയ്യണ്ട എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ we do not use any article with these 3 types. Number 1, proper nouns, then abstract nouns, and then material or uncountable nouns. So proper nouns എന്ന് പറഞ്ഞാൽ name of a particular person, name of a specific place. For example, England, it's the name of a country. India, that is a country. Narendra Modi, name of a person. Stalin, name of a person. അപ്പൊ ഇതൊന്നും പ്രോപ്പർ നൗൺസിന്റെ കൂടെ ഒന്നും നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല, ഒരു ആർട്ടിക്കിളും യൂസ് ചെയ്യരുത്. നെക്സ്റ്റ് ഇസ് അബ്സ്ട്രാക്ട് നൗൺസ്. അബ്സ്ട്രാക്ട് നൗൺസ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടികൾ നൗൺസ് എന്നുള്ള ചാപ്റ്റർ എടുത്തിരുന്ന ടൈമിൽ അബ്സ്ട്രാക്ട് നൗൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ക്വാളിറ്റീസ്, ഇമോഷൻസ്, ഇതിനെയൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുക. സോ ഇന്റലിജൻസ്, കവർഡൈസ്, ഗുഡ്നെസ്, ഇതെല്ലാം എന്താണ്? ഹ്യൂമൻ ക്വാളിറ്റീസ് ആണ്. ഈ ക്വാളിറ്റികളുടെ കൂടെ ഒന്നും നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. എന്താണ് ഈ കവർഡൈസ് എന്ന് പറഞ്ഞാൽ? It is a bad quality. Covered എന്ന് പറയുന്ന വേർഡ് എന്നാണ് cowardice എന്നുള്ള അബ്സ്ട്രാക്ട് നൗൺ കിട്ടുന്നത്. courageous എന്നുള്ള വേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് cowardice. അപ്പൊ എന്തായാലും അങ്ങനെ നമ്മൾ എന്താണ് ഭീരു എന്ന് പറയില്ലേ? ഭീരു, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഭീരു എന്ന് പറയുന്നതിന് കവേർഡ് എന്ന് പറയും. ആരാ പറഞ്ഞത്? പേടിക്കൊണ്ട ആരാ പറഞ്ഞത്? അപ്പൊ എന്താണ് ഭീരുത്വം എന്ന് പറയുന്നതിനെയാണ് കവേർഡൈസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇസ് മെറ്റീരിയൽ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ്. Material nouns are always, see, all common nouns are countable nouns, but all material nouns are
uncountable nouns. Material, പേരിൽ തന്നെയുണ്ട്. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ കോട്ടൺ, സിൽക്ക് അങ്ങനെയൊക്കെ നമ്മൾ പറയല്ലോ. അപ്പോൾ മെറ്റീരിയലുകളൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ഓൺലി മെഷർ ചെയ്യാനേ പറ്റുള്ളൂ. Okay, so you can see that we don't use articles with proper nouns, abstract nouns and uncountable nouns. Okay, so ഇത്രയാണ് ആർട്ടിക്കിളിന്റെ ചാപ്റ്ററിൽ വരുന്നത്. And if you are having any doubts, you can just ask me. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ആക്ടിവിറ്റി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് ഇതൊന്ന് ഇത്രയാണ് ഇതിലുള്ളത്. പിന്നെ ഇതാ ഈ സംഭവം കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു 2 minutes ടൈം ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർട്ടിക്കിൾസിൽ? ഇഫ് യു ഹാവിംഗ് എനി ഡൗട്ട്സ് വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. Otherwise, we will just discuss the first 2 or 3 questions. Any doubts in articles? No. Okay, what about others? You are free to ask any doubts. Okay, you don't have to hesitate. Whatever small doubt it may be, you can come and ask. No problem. Okay, so I think nobody has any doubts. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫസ്റ്റ് 3 questions ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ is, അപ്പോൾ അതിന്റെ റൂൾസ് എങ്ങനെയാണ്? ചൂസ് ദ റൈറ്റ് ആർട്ടിക്കിൾ ആൻഡ് fill in the blanks. Put X where no article is required. അപ്പോൾ ആർട്ടിക്കിൾസ് ആവശ്യമില്ലാത്ത പ്ലേസിൽ ജസ്റ്റ് ഒരു എക്സ് ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യണം? എക്സ് എന്ന് പറയണ്ട, ജസ്റ്റ് ആ ഭാഗത്തിന് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പറയുക കേട്ടോ. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ is, I bought dash book, dash eraser and dash file from dash shop. Who wants to try? നിങ്ങൾ ഹാൻഡ് റേസ് ചെയ്ത് ആൻസർ ചെയ്യുക കേട്ടോ, ഓരോരുത്തരായിട്ട് ഹാൻഡ് റേസ് ചെയ്യുക, ഓർഡറിൽ പോവാം. Yes guys, please make it fast. We just have 1 or 2 more minutes. Yes, you can answer. Srija Rajan. I brought a book. Okay, then The eraser and the okay, ഞാനൊരു ക്ലൂ പറയാം. ഞാൻ കടയിൽ നിന്ന് ഒരു ബുക്കും ഒരു എറേസറും ഒരു ഫയലും വാങ്ങി. ഇങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ എങ്ങനെ വരും? ഇത് ഇത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണോ? അപ്പോഴേക്കും 9 o'clock ആയി. ഈ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് ആൻസർ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആരെങ്കിലും ഞാൻ പറയട്ടെ? യെസ്, നന്ദു പറയൂ. I bought a book, a eraser and a file from the shop. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ് പറഞ്ഞത്? എറേസറിന്റെ മുന്നിൽ എറേസറിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? An. An eraser. So I bought a book, an eraser and a file from the shop. Okay, so നമുക്ക് ഇനി എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ആക്ടിവിറ്റീസ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോഴേക്കും നിങ്ങൾ ഈ ആർട്ടിക്കിൾസ് നല്ലോണം പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ആർട്ടിക്കിൾസ് നമ്മൾ ഏതായാലും ഇന്നത്തെ വീഡിയോ റെക്കോർഡഡ് ആണല്ലോ, അപ്പൊ നമ്മൾ റെക്കോർഡിംഗ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇരുന്നത് വാച്ച് ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ എനിക്കിതിൽ അറിയുന്ന സ്റ്റുഡൻസിന്റെ നെയിംസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇഷാൻ, അലോന, ദേവനന്ദ ഇല്ല, സോറി. ഇഷാൻ, അലോന, നന്ദന, സായുജ്യ, പിന്നെ ശ്രീജാരാജൻ എന്തായിരുന്നു നെയിം? ആദിനാഥ്. സോണി തന്നെയാണോ പേര്? സോണി ജോമോൻ എന്നാണോ? Jia. ജിയ. ഓക്കെ, ജിയ. പിന്നെ ഷർമിളയുടെ നെയിം? കീർത്തന. ഓക്കെ, ദെൻ ജിനേഷിന്റെ നെയിം? ചിലതൊക്കെ ഞാൻ Vaishnav. വൈഷ്ണവ്. ഓക്കെ, അപ്പൊ ജിനേഷ് വൈഷ്ണവ്. ഓക്കെ, കീർത്തന, വൈഷ്ണവ്, ജിയ, ആദിനാഥ്, ഇഷാൻ, അലോന, നന്ദന ആൻഡ് കിട്ടുന്നില്ല. സായുജ്യ. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ഈ സ്ട്രെങ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേണം. അപ്പൊ നെക്സ്റ്റ് വീക്ക് സാറ്റർഡേ ആയിരിക്കും. ഡോണ്ട് ഫോർഗെറ്റ് at 8 PM. Alright, thank you students. Good night and happy weekend.